എന്താണ് നിങ്ങൾ പഠിച്ചത്, എന്താണ് നിങ്ങൾ അറിഞ്ഞത്, എന്താണ് നിങ്ങൾ കണ്ടത്, എന്താണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നും ചെയ്യുന്നില്ല. വെറും കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങളുടെ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി അതിലൂടെ വിജയിയാവാൻ തെറ്റിദ്ധരിക്കുന്നു. ചക്കയെ പറ്റി ചോദിക്കുമ്പോൾ 4 മാസം മുമ്പ് വാങ്ങിയ മാങ്ങയെ പറ്റിയുള്ള കഥ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാനാണ് ജിൻഡോ പലപ്പോഴും ശ്രമിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, അതിനെല്ലാവരും എതിർക്കുകയും ചെയ്യും. ഹലോ, ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അഡ്വക്കേറ്റ് ആദർശ് എന്നൊരാൾ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ സംപ്രേഷണം നിർത്തണം എന്നാവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കേസിന് ആസ്പദമായത് സിജോയെ റോക്കി തല്ലിയതാണ്. കുട്ടികളടക്കം കാണുന്ന ഒരു പ്രോഗ്രാമിൽ വയലൻസ് ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നത്, ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കുട്ടികളടക്കം കാണുന്ന പ്രോഗ്രാമാണ്. ഇത്തരം വയലൻസ് സീൻ സെൻസർ ചെയ്ത് തന്നെയാണ് പ്രക്ഷേപണം ചെയ്യേണ്ടത്. കാരണം ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റിയിൽ നടക്കുന്ന വയലൻസ് കുട്ടികളെയൊന്നും കാണിക്കാൻ ശരിയല്ല എന്നാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും പ്രശ്നം വന്നത് ജബ്രിയുടെ റൊമാൻസ് കാണുമ്പോഴാണ്. ഈ വയലൻസ് കണ്ടിട്ട് പലർക്കും പ്രശ്നം തോന്നിയില്ല. ഇൻഫാക്ട് പലരും പറയുന്നത് ഇപ്പോഴും റോക്കിയെ തിരികെ കൊണ്ടുവരണമെന്നാണ്. റോക്കി തിരികെ വരാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ അപമാനമായിരിക്കും റോക്കിയെ തിരിച്ചു കൊണ്ടുവന്നാൽ. കാരണം ഇങ്ങനെ ഒരു വയലൻസ് ആക്ട് നടത്തിയിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതും നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് റോക്കിയെ തിരിച്ചു കൊണ്ടുവരിക എന്നത്. എന്തായാലും റോക്കിയെ തിരിച്ചു കൊണ്ടുപോകണമെന്നും റോക്കിയുടെ വയലൻസിന് പ്രശ്നമൊന്നുമില്ലെന്നും റോക്കിയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് റോക്കി ആക്ട് ചെയ്തതാണെന്നും പറയുന്നവരെല്ലാം തന്നെ ജബ്രി ടീമിന് എതിരാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും റോക്കിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ബിഗ് ബോസ് ഷോയ്ക്ക് ഇത്തരം കേസുകളൊന്നും പുതുമയുള്ള കാര്യമല്ല. അവർ എല്ലാ സീസണിലും ഇതേപോലെ കേസുകൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഫാക്ട് ഒരു കേസിന് ശേഷമാണ് ബിഗ് ബോസ് ഷോയുടെ ടൈമിംഗ് തന്നെ 9 മണിയിൽ നിന്ന് മാറി 9:30-ക്ക് ശേഷം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ കേസുകളെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാലും ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്തവണത്തെ ഹൗസ് മേറ്റ്സിനെ എല്ലാം സഹിക്കാൻ ഇത്തിരി കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പലർക്കും പല സ്റ്റാൻഡ്സാണ്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, നിലവാരമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റം. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് 2 പേരാണ്. അവരുടെ പേരിലാണ് ഞാൻ ഇന്നത്തെ തംബ്നെയിലും കൊടുത്തിരിക്കുന്നത്, ജിൻഡോയും ജാൻമണിയും. 2 പേരും ഒന്നിനൊന്നും മെച്ചമാണ്. ആദ്യം ജാൻമണിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ജാൻമണി കരുതുന്നത് താനെന്തോ സ്പെഷ്യൽ ആണെന്നും താനെന്തോ മറ്റുള്ളവരെക്കാളും ഉയർന്ന നിലയിലാണെന്നും കോമണേഴ്സ് ലോവർ ക്ലാസ്സിലുള്ളവരാണെന്നും അല്ലെങ്കിൽ ലോവർ സ്റ്റാൻഡേർഡ് ഉള്ളവരാണെന്നുമാണ് ജാൻമണി കരുതുന്നതും ജാൻമണി പറയുന്നതും. രശ്മിനുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ രശ്മിനെ പറ്റി ജാൻമണി പറഞ്ഞത്, അവളെ ഞാൻ ആ ലോവർ ലെവലിലുള്ള അവളെ ഞാൻ എൻ്റെ ലെവലിലാണ് കൺസിഡർ ചെയ്തത്, അതാണ് എൻ്റെ തെറ്റ് എന്നാണ്. ജാൻമണി, നിങ്ങൾക്ക് എന്ത് ലെവലാണുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെക്കാൾ മുകളിലുള്ള നിലയിലായത്? നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്ന ക്ലാസ് ആണെന്ന് ആരാണ് പറഞ്ഞത്? എല്ലാവരും ഒരേ ക്ലാസ് തന്നെയാണ്. ഇവിടെ ആരും പ്രത്യേകതയൊന്നുമില്ല. ആർക്കും പ്രത്യേകിച്ച് കൊമ്പും തുമ്പിക്കുകയൊന്നുമില്ല. എല്ലാവരും ഒരേ നിലയിലുള്ളവർ തന്നെയാണ്. നിങ്ങളും മറ്റുള്ള കോമണറെ പോലെ തന്നെയാണ്. നിങ്ങൾ 4, 3, 7 സെലിബ്രിറ്റി നടിമാർക്ക് മേക്കപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ വലിയ നിലയിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രത്യേകത ഉള്ളവരോ ഒന്നും ആവുന്നില്ല. നിങ്ങളും കോമണറെ പോലെ തന്നെയാണ്. പിന്നെ ജാൻമണി ചെയ്യുന്ന ഒരു കാര്യം, തന്റെ ജെൻഡർ ഉപയോഗിച്ച് അതിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ജാൻമണിയുടെ ശ്രമം. താൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് തനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടണം എന്നാണ് ജാൻമണി കരുതുന്നത്. പക്ഷെ അങ്ങനെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന്റെ രീതിയിൽ ബിഹേവ് ചെയ്യണം ജാൻമണി. അവർ പറയുന്നത് രശ്മിനൊക്കെ എത്ര ലോവർ ക്ലാസ്സിലുള്ളതാണ്, ലോവർ ഗ്രേഡിലുള്ളതാണ്, ഞാൻ അവരേക്ക് എൻ്റെ ലെവലിലേക്ക് കൺസിഡർ ചെയ്തു. ജാൻമണി, നിങ്ങൾ ഇവിടെ വന്നത് തൊഴിലന്വേഷിച്ചാണ്, നിങ്ങൾ മലയാളി പോലുമല്ല. എന്നിട്ടും ഞങ്ങൾ മലയാളികൾ നിങ്ങളെ സ്വന്തമായിട്ട് സ്വീകരിച്ചുവെങ്കിൽ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുവെങ്കിൽ അത് ഞങ്ങളുടെ മഹാമനസ്കതയാണ്, അല്ല നിങ്ങളുടെ പ്രത്യേകതയൊന്നുമല്ല. നിങ്ങൾ പോയാൽ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. ഈ സെലിബ്രിറ്റീസിന് പോലും നിങ്ങൾ പോയാൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് പകരം വേറെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. അത്രേ ഉള്ളൂ. അതല്ല വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ കൂടുതൽ കാശ് വാങ്ങി അവർ മേക്കപ്പ് ചെയ്യുന്നു, നടിമാർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള ജോലി ചെയ്യുന്നു. അപ്പോൾ നിങ്ങളില്ലെങ്കിലും ഈ ഇൻഡസ്ട്രി നിൽക്കാനോ തകരാനോ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ശമ്പളം കുറവായിരിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ ജോലിയെ കിട്ടുന്നുണ്ടാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ആരും നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നതല്ല കേരളത്തിലേക്ക്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വന്നതാണ്. നിങ്ങൾ വന്നില്ലെങ്കിലും കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജാൻമണി മനസ്സിലാക്കുക. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, നിങ്ങളുടെ പരിചയക്കാരെങ്കിലും കാണുന്നുണ്ടാവും. ഷോക്ക് ശേഷമെങ്കിലും നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചിന്താഗതി മാറ്റുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അതിനുശേഷം നമ്മുടെ നോറയ്ക്കെതിരെയുള്ള ഒരു ഇഷ്യൂ വന്നപ്പോഴും അവർ പറഞ്ഞത് ഒരു 3rd ക്ലാസ് വ്യക്തിയാണ് നോറ എന്നാണ്. 3rd ക്ലാസ് എന്നും 2nd ക്ലാസ് എന്നും ലോവർ ക്ലാസ് എന്നും ഒക്കെ ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾ ആരാണ് ജാൻമണി? നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമാണ്, അല്ല നിങ്ങൾക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ല. അതിനുശേഷം അത് ഇഷ്യൂ ആയപ്പോൾ 3rd ക്ലാസ് എന്ന് എങ്ങനെ വിളിച്ചു എന്ന് വെച്ചപ്പോൾ പിന്നെ അതിനെ പ്ലേറ്റ് തിരിച്ചിട്ട് ജാൻമണി പറഞ്ഞു, ഞാൻ 3rd ക്ലാസ് ഡ്രാമ കാണിക്കുന്നു എന്നാണ് പറഞ്ഞതെന്നാണ്. എന്തായാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മലയാളികൾക്ക്.
അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനു മുമ്പ് നാദിറ മെഹ്റിൻ വന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് കളഞ്ഞു വിളിക്കാതിരിക്കാനെങ്കിലും ജാൻമണി ശ്രമിക്കേണ്ടതായിരുന്നു. കാരണം അവിടെ സംസാര രീതി, അവിടെ ചുണ്ട് വരുന്ന രീതി, അവിടെ മോഭാവം വരുന്ന രീതി എല്ലാം ക്ലാസ് ഇല്ലാത്ത ലോവർ ക്ലാസിന്റെ രീതി തന്നെയാണ്. ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത്. കാശുണ്ടാക്കിയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന് നല്ല രീതിയിലുള്ള സംസ്കാരം വേണം. അത് നിങ്ങളുടെ ചുറ്റുപാടുകളുടെ പ്രശ്നമായിരിക്കും. എന്തായാലും ജാൻമണിയെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജാൻമണി കരുതുന്ന കോമണേഴ്സ് എല്ലാം എന്റെ കാലിന്റെ അടിയിൽ ഇട്ട് ചതച്ചരയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത് രശ്മിനെ. എന്റെ കാലിന്റെ അടിയിലാണ് അവരുടെ സ്ഥാനം എന്നാണ് പറയുന്നത്. എന്താണ് ജാൻമണി, നിങ്ങൾ എന്താണ് നിങ്ങളെ പറ്റി കരുതുന്നത്? ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. രണ്ടാമത്തെ വ്യക്തിയാണ് ജിൻഡോ വാ തുറക്കുന്നത് കള്ളം പറയാനും മറ്റുള്ളവരുടെ ഭക്ഷണം എടുത്ത് കഴിക്കാനുമാണ്. പവർ ടീമിലായതിനു ശേഷം ജിൻഡോ മാക്സിമം ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഷെയറിലുള്ള ഭക്ഷണം കൂടി എടുത്ത് കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അത് തന്നെയാണ്. പിന്നൊന്ന്, ജിൻഡോ കള്ളം പറയും. ഒരു നാണക്കേടുമില്ല, ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയും. മറ്റുള്ളവരെ പറ്റി കള്ളം പറഞ്ഞ് തമ്മിലടുപ്പിക്കുക, താൻ ചെയ്ത കാര്യങ്ങളെ പറ്റി കള്ളം പറയുക, ഇതെല്ലാമാണ് ജിൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അൺസൈക്കബിൾ ലെവലിലേക്കാണ് അദ്ദേഹത്തിന് കള്ളം പോകുന്നത്. ചെറിയൊരു ഉദാഹരണം, ശരണ്യ ആനന്ദിനെ താൻ ട്രെയിൻ ചെയ്ത് ശരണ്യ ആനന്ദിന്റെ ഗുരുവാണ് താനെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരണ്യ അന്ന് മുതൽ പറയുന്നതാണ്, ഒരു തവണ ഞാൻ പോയിട്ടുള്ളൂ, അതല്ല ഒരു പ്രാവശ്യം പോലും ഞാൻ പോയിട്ടില്ല, ഒരൊറ്റ തവണയെ പോയിട്ടുള്ളൂ. ഇന്ന് രാവിലെ വിശ്വാസവഞ്ചന എന്നൊരു മോർണിംഗ് ടാസ്ക് വന്നപ്പോൾ അതിനകത്തും ശരണ്യ പറഞ്ഞത് ഞാൻ ഒരു തവണയെ പോയിട്ടുള്ളൂ എന്ന്. എന്നാൽ ജിൻഡോ പറഞ്ഞത് ഞാൻ കുറേ തവണ ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. കള്ളമാണെന്ന് നമുക്ക് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും. പിന്നെ ഈ ജിൻഡോയുടെ പിന്നാലെ നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി PR വർക്ക് ചെയ്യുന്നതാണോ എന്തോ, കുറെ പേർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്യുന്നതാണ്. അവർക്ക് എന്താണ് ജിൻഡോ പറയുന്ന കള്ളത്തരങ്ങൾ മനസ്സിലാകാത്തതെന്ന്, ജിൻഡോയുടെ നിലവാരമില്ലായ്മ മനസ്സിലാകാത്തതെന്നാണ് മനസ്സിലാകാത്തത്. കാരണം ജിൻഡോ തെറി വിളിക്കുന്നു, ഒട്ടും നിലവാരമില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, കള്ളം ഒന്നിന് പുറകെ ഒന്നായിട്ട് പറയുന്നു. ഇന്നലെ തന്നെ ജാസ്മിന്റെ ഇന്നർവെയറിന്റെ ഇഷ്യൂ എടുത്തിട്ടത് അനാവശ്യമായിട്ടാണ്. ജാസ്മിൻ കുളിക്കാൻ പോകാതിരിക്കുകയായിരുന്നു. രശ്മി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ കുളിക്കാൻ പോകാതെ മീറ്റിങ്ങിന് വന്നിരുന്നത്. ആ സമയം ആ കുട്ടി തന്റെ ടവലും മറ്റു കാര്യങ്ങളും പിന്നിലായിരുന്നു വെച്ചിരുന്നത്. അത് പോയി എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കി ജിൻഡോ. ചക്കയെ പറ്റി ചോദിക്കുമ്പോൾ 4 മാസം മുമ്പ് വാങ്ങിയ മാങ്ങയെ പറ്റിയുള്ള കഥ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാനാണ് ജിൻഡോ പലപ്പോഴും ശ്രമിക്കുന്നത്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും, അതിനെല്ലാവരും എതിർക്കുകയും ചെയ്യും. എന്ന് ജിൻഡോ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ജിൻഡോ കരുതുന്നത്, ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് കളിച്ചാൽ കൂടുതൽ സഹതാപം കിട്ടുമെന്നായിരിക്കും. കാരണം അതിനുശേഷം ഓരോ തവണയും കക്ഷി കരയും കൂടെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്നാണ് ജിൻഡോ കരുതുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ജിൻഡോ ട്രെയിൻ ചെയ്യിച്ചത് രജിത് കുമാർ ആണെന്ന് തോന്നുന്നു, ഡോക്ടർ എന്ന് പറയുന്നത് രജിത് കുമാർ ആണെന്ന് തോന്നുന്നു. അതേ ആറ്റിറ്റ്യൂഡും മറ്റു കാര്യങ്ങളുമാണ് ഇവിടെയും കാണിക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് നാടകം കാണിച്ചുകൊണ്ടൊന്നും വോട്ട് കിട്ടുമെന്ന് ജിൻഡോ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അത്രയും മണ്ടന്മാരൊന്നും അല്ല ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ. കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്ന കള്ളത്തരങ്ങളും. ജിൻഡോ ആർമി ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ ജിൻഡോയുടെ PR ടീം ശ്രമിച്ചുകൊണ്ടോ അങ്ങനെ കള്ളത്തരങ്ങളെ വെളുപ്പിക്കാൻ, വൈറ്റ് വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. ആ കള്ളത്തരങ്ങളായിട്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ജിൻഡോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ ഈ ജിൻഡോയും ജാൻമണിയും രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടാറില്ല. രണ്ടുപേരും സിഗരറ്റ് ഫ്രണ്ട്സ് ആണ്, സ്മോക്കിംഗ് ചെയ്ത് ഫ്രണ്ട്സ് ആയവരാണ്. അപ്പോൾ അവർ പരസ്പരം ഏറ്റുമുട്ടാറില്ല. രണ്ടുപേരും നിലവാരമില്ലായ്മയുടെ പ്രതീകങ്ങൾ തന്നെയാണ്. ആ നിലവാരമില്ലായ്മയിലേക്ക് ബിഗ് ബോസിനെയും വലിച്ചു താഴ്ത്തുകയാണ് രണ്ടുപേരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ബിഗ് ബോസ് ഷോയുടെ നിലവാരം ഇടിയാൻ കാരണം ഇത്തരം കണ്ടസ്റ്റൻസ് ആണ്. ബിഗ് ബോസ് എങ്ങനെയാണ് കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് തോന്നുന്നു, ഇവർ എന്താണ് ചെക്ക് ചെയ്തെന്നോ എന്ന് മനസ്സിലാവുന്നു. ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തരായ ആൾക്കാരായിരിക്കും അവർക്ക് വേണ്ടത്. പക്ഷെ ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞ് സ്വയം കുഴിതുകൊണ്ടുകയാണ് ജിൻഡോ എന്നാണ് സത്യം. കാരണം എന്ന് അയാൾ പവർ ടീമിൽ നിന്ന് പുറത്തു വരുന്നു, അന്ന് അയാൾ ഔട്ട് ആവാനുള്ള സാധ്യത ഇക്കണക്കിന് പോയാൽ കൂടും. കാരണം എത്രയെന്ന് വെച്ചാണ് PR ഏജൻസിനെ കൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നത്, അല്ലെങ്കിൽ PR വർക്കിനെ കൊണ്ടോ ജിൻഡോ ആർമി ഉണ്ടാക്കിക്കൊണ്ടോ ആൾക്കാരെ അങ്ങനെയൊന്നും പറ്റില്ല. കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ പറ്റും, ബിഗ് ബോസ് വിജയമാവാൻ പറ്റും. ഇന്ന് രാവിലെ തന്നെ ജിൻഡോ പറയുന്നത് അയാൾ 19 പേരെയും പഠിച്ചിട്ടാണ് വന്നതെന്നാണ്. എന്ത് പഠിച്ചെന്നാണ് പറയുന്നത്? എന്തും തട്ടുവിടാന്നാണോ ജിൻഡോ വിചാരിക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിച്ചത്? എന്താണ് നിങ്ങൾ അറിഞ്ഞത്? എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നും ചെയ്യുന്നില്ല. വെറും കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങളുടെ ചീട്ടുകൊട്ടാരം ഉണ്ടാക്കി അതിലൂടെ വിജയാവാന്ന് തെറ്റിദ്ധരിക്കുന്നു, ആൾക്കാരെ തമ്മിലടുപ്പിക്കുന്നു, അവിടെ ഇവിടെയും കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് അവസാനം പ്രശ്നം എന്തെങ്കിലും വരുമ്പോൾ കരഞ്ഞ് മെഴുകി നമ്മളെ പറ്റിക്കാമെന്ന്, അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവരെ പറ്റിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഡോക്ടർ രജിത് കുമാർ എന്താണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് ഡോക്ടർ രജിത് കുമാറിനോട് തന്നെ ചോദിക്കണം. കാരണം ഒറ്റപ്പെടൽ നാടകം കൊണ്ട് ഇപ്രാവശ്യം എന്തായാലും നടക്കില്ല. കാരണം ഇപ്പൊ 24/7 നമ്മൾ കാണുകയാണ് എന്താണ് ഇയാൾ ചെയ്യുന്നതെന്ന്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. എത്രയൊക്കെ ബിഗ് ബോസ് ശ്രമിച്ചാലും, എത്രയൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഒരു എപ്പിസോഡിൽ കാണുന്ന പോലെ അല്ല 24/7 നമ്മൾ കാണുമ്പോൾ.
നമുക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശമെങ്കിലും മനസ്സിലാവും. ഓരോരുത്തരുടെയും ബിഹേവിയറും ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജിൻഡപ്പനും ജാൻമണിയും രണ്ടും നിലവാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. കാരണം രണ്ടുപേരും തങ്ങളെപ്പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജിൻഡോ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജാൻമണി കരുതുന്നത് താൻ എന്തോ വലിയ സംഭവമാണെന്നാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കും അധ്വാനവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങൾ മുന്നോട്ട് വന്ന രീതി എല്ലാം സമ്മതിക്കുന്നു. നിങ്ങൾ കുറെ കഠിനാധ്വാനം ചെയ്ത് സ്വന്തം കഴിവ് വന്നതാണ് സമ്മതിക്കുന്നത്. എന്ന് വെച്ച് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റി വയ്ക്കണം ജാൻമണി. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. സെലിബ്രിറ്റീസ് കൂടുതൽ കാശ് തന്നുകൊണ്ടോ നിങ്ങൾ കൂടുതൽ കാശ് വാങ്ങി മേക്കപ്പ് ചെയ്തുകൊണ്ടോ നിങ്ങൾ വലിയ സംഭവമൊന്നും ആകുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, ഞങ്ങൾ സാധാരണ മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്താലും അവർ ചെയ്താലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. നിങ്ങൾ ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ വന്ന് ഈ നാദിറ മെഹറിൻ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക്, അത് നഷ്ടപ്പെടുത്തുകയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം, നിലവാരം എന്നത്, കൾച്ചർ എന്നത് ഒരാളിൽ നിന്ന് മറ്റുള്ളവർ കാണുമ്പോൾ വ്യക്തമാകും. ഞങ്ങൾക്ക് കാണുമ്പോൾ വ്യക്തമാവുന്നുണ്ട് നിങ്ങളുടെ നിലവാരം എന്താണെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരാം. താങ്ക് യു.